ഇത് ഈ 2:30-ക്ക് ഈ മർദ്ദനമേറ്റ് എത്ര സമയം കഴിഞ്ഞ് ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പോലീസ് എത്തുന്നത്? പോലീസ് എത്തുന്നത് 2:30-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. പിന്നെ ഒരു 3:30 3:45 സമയത്താണ് പോലീസ് എത്തി പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. വാളയാർ അട്ടപ്പള്ളം പാലമരത്ത് വെച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് അതിക്രൂരമായ മർദ്ദനം ഏറ്റത്. ഈ ഭാഗത്ത് വെച്ച് ക്രൂരമായി ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു. ഈ ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ഈ മർദ്ദനം ഏറ്റ് കൊല്ലപ്പെട്ട രാംനാരായണൻ ബയ്യ എന്ന വ്യക്തി. രാംനാരായണൻ ബയ്യ എന്ന 31 വയസ്സുകാരൻ ഒരാഴ്ച മുൻപാണ് ഈ കേരളത്തിലേക്ക് ജോലി തേടി എത്തിയത്. അയാളെയാണ് ഈ നാട്ടുകാർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. എന്നോടൊപ്പം ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ ബാബു ഉണ്ട്. എന്താണെന്ന് സംഭവിച്ചത്? ബുധനാഴ്ച ഏകദേശം 2:30-ക്കാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഭവം നടന്നത്. അദ്ദേഹം രാംനാരായൺ പറഞ്ഞ ഒരു അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളാണ് ഇങ്ങോട്ട് കാണപ്പെട്ടത്. ഇദ്ദേഹം ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെ സംശയാസ്പദമായിട്ട് നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കുകയുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. ആ ബുധനാഴ്ച 2:30-ക്ക് മുമ്പ് രാവിലെ തന്നെ ദേശീയപാതയോട് നിന്ന് അട്ടപ്പള്ളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളിലോട്ട് അങ്ങനെ കടന്നു വന്നതായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും അവിടുത്തെ റോട്ടുള്ളവരൊക്കെ പലരും പറയുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിന് പല വീടുകൾ കയറി ഇറങ്ങിയും വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് പൊതുവെ സംശയം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് തൊഴിലുറപ്പ് പണികൾ നടക്കുന്ന ആ പ്രദേശത്തും ഇദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കല്ലും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വടിയും കയ്യിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ ആളുകൾ ഈ കള്ളനാണ് എന്ന് വിചാരിച്ച് ഈ സംഘം ചേർന്നൊരു ആൾക്കൂട്ടമർദ്ദനം നടന്നിട്ടുണ്ട്. അത് കാരണം അദ്ദേഹം ചോദിക്കുന്നത്, അത് പറയുന്ന മറുപടി പറയുന്ന രീതികളും അതുപോലെ തന്നെ ആളുകൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച ആ ശൈലിയും കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് സംശയം വന്നത്. ഈ ആളുകൾ എത്ര ആളുകൾ കൂടി ആണ് മർദ്ദിച്ചത്? അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 15 ആളുകൾ എന്തോ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. അതെ, നമ്മൾ അതാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാം ഈ നാട്ടുകാരായ ആളുകളാണ്. ഇപ്പോൾ ഈ കള്ളൻ എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിയാണോ എന്നാണ് വീഡിയോയിൽ തുടർച്ചയായി ചോദിക്കുന്നത്. അതായത് പൊതുവെ ഈ പ്രദേശത്ത് കൂടുതൽ വരുന്നത് ബംഗാളികൾ എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ബംഗാളികളും ബംഗ്ലാദേശികളും രണ്ടാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ ആശുപത്രിയിൽ എത്തിക്കാനും കുറച്ച് സമയം വൈകിയല്ലേ? സംഭവം നടന്ന പോലീസിൻ്റെ സംരക്ഷണത്തോടു കൂടിയാണ് ഇവിടുത്തെ നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ആംബുലൻസിൽ അവർ കയറ്റി വിട്ടത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ എത്തിയ ശേഷം പിന്നെ അവിടെ നിന്ന് ICUയിലേക്ക് മാറ്റപ്പെട്ടു. ഏകദേശം രാത്രി 7:30-ക്കാണ് മരിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പിന്തുടർച്ച എന്ന നിലയ്ക്ക് ഇന്നലെ ഇൻക്വസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുകയുണ്ടായി. പോലീസിന് പിന്നീട് ആരാ വിവരം അറിയിക്കുന്നത്? പോലീസിന് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള മുൻ മെമ്പർ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് ഈ 2:30-ക്ക് ഈ മർദ്ദനമേറ്റ് എത്ര സമയം കഴിഞ്ഞ് ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പോലീസ് എത്തുന്നത്? പോലീസ് എത്തുന്നത് 2:30-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. പിന്നെ ഒരു 3:30 3:45 സമയത്താണ് പോലീസ് എത്തി പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഇന്നലെ രാത്രി 7:30 കൂടി മരിച്ചു. അതെ, മെലിഞ്ഞാന്ന്. അതെ, അല്ല, മരണം ഇന്നലെ, മിനിഞ്ഞാന്ന് മർദ്ദനം, ഇന്നലെ മരിച്ചു. എന്നാലും 31 വയസ്സുള്ളൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. ഈ കഞ്ചിക്കോട് കിൻഫ്ര കേന്ദ്രീകരിച്ച് അവിടെ ജോലി തേടി എത്തിയതാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ 15 ആളുകളുണ്ട്. 5 ആളുകളുടെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.